രാഹുൽ മാങ്കൂട്ടത്തിന് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രൂപമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. ഞങ്ങളൊക്കെ തന്നെ യുവജന വിദ്യാർത്ഥി നേതാക്കളും പ്രവർത്തന രംഗത്തൊക്കെ നടത്തിയിട്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളിലൊക്കെ തന്നെ വഹിച്ചിട്ടുള്ളത്. അയാളുടെ അഹങ്കാരത്തിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയാം. അയാളൊരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്നിപ്പോൾ വരുന്നുണ്ട്. പിണറായി വിജയനെ എടാ വിജയ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഞങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരെല്ലാം എന്തെല്ലാം ബഹളം നിയമസഭയിൽ നടത്തിയാലും അങ്ങറ്റത്തെ ബഹുമാനത്തോടു കൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. എൻ്റെ അനുഭവത്തിൽ എനിക്ക് VS നായനാർ, ശ്രീ AK ആൻ്റണി, ശ്രീ കരുണാകരൻ അവരൊറ്റൊക്കെ തന്നെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. നിയമസഭയിൽ ശക്തിയായ ഭാഷയിൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അതെല്ലാം അങ്ങേറ്റത്തെ മാന്യത നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഉള്ളൂ. ഒന്നിത് ഒരു അറസ്റ്റോട് കൂടിയാണല്ലോ നേതാവുന്നത്. ആകെ ഒരു വീര ഇതിഹാസം പറയാനുള്ളത് വെളുപ്പാങ്കാലത്ത് പോലീസ് ചെന്ന് അയാൾ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്തു. അത് കേരളത്തിലെ വലിയ ചരിത്ര പാരമ്പര്യമുള്ള ഒരു പത്രം ഇന്ദിരാഗാന്ധിക്ക് അറസ്റ്റ് ചെയ്യുമ്പോൾ മോഹപ്രസംഗം എഴുതുന്ന മോഹപ്രസംഗം എഴുതി. സാറിന് ഇന്ദിരാഗാന്ധിയൊക്കെ പണ്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ അറസ്റ്റ് ചെയ്തപ്പോഴാണല്ലോ മോഹപ്രസംഗമൊക്കെ പത്രം എഴുതി തുടങ്ങിയത്. ഇത് അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറഞ്ഞ് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. ഈ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പത്രം എഡിറ്റോറിയൽ എഴുതി. ഇനിയിപ്പോൾ ആ എഡിറ്റോറിയൽ മാറ്റി എഴുതാൻ വേണ്ടി പറ്റുമോ? പത്രത്തിന് മാറ്റി എഴുതണമെന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇയാൾ ഇതെല്ലാം കാണിക്കുന്ന അവസരത്തിൽ അന്നൊന്നും ഈ കോൺഗ്രസ് നേതൃത്വം വിലക്കിയിട്ടില്ല. ഇപ്പം DYFIയുടെ ഭക്ഷണപ്പൊതി ഏതാണ്ട് കേരളത്തിലെമ്പാടും ഒരു 10 കോടി ഭക്ഷണപ്പൊതി കൊടുത്തിട്ടുണ്ടാവും, ചെറുതും വലുതുമായിട്ട് ആശുപത്രിയിൽ. നിങ്ങൾക്ക് ആർക്കും അതിൽ എതിർപ്പും ഉണ്ടാവില്ല. കാരണം പാവപ്പെട്ട ഒരു സാധാരണക്കാരനൊക്കെ കിട്ടുന്ന സംഗതിയാണ്. ആ പദ്ധതി വിളിച്ചത് അനാശാസ്യം എന്നാണ് പരസ്യമായി വിളിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് നയിക്കുന്നത് ഒരു സ്ത്രീവിരുദ്ധ സിൻഡിക്കേറ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുന്നത് ഷാഫി പറമ്പും PD സതീശനുമാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞാൻ രാജിവെക്കേണ്ടി വരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ സംഭവവികാസങ്ങൾ ഞാൻ പുറത്തു വിടുമെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. ആ ഭീഷണിക്ക് മുന്നിൽ ഈ നേതാക്കന്മാർ മുട്ടുമടക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇത്രയും വലിയ പ്രതിഷേധം വന്നിട്ട് പോലും MLA സ്ഥാനം രാജിവയ്പ്പിക്കുന്നതിന് വേണ്ടി അവർ ഭയന്ന് നിൽക്കുന്നത്. കോൺഗ്രസ് ഭയപ്പെടുന്ന പല കാര്യങ്ങളും രാഹുലിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് അയാളെ രാജിവെക്കാൻ മടിച്ച് നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു പാർട്ടി തീരുമാനിക്കുന്നില്ലെങ്കിൽ ഇത്രയും വലിയ പ്രതിഷേധം വന്നിരിക്കുന്നു, ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കും.